നമ്മൾ ക്രൗഡ് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്നിപ്പം വിർച്വൽ ക്യൂവിൽ തന്നെ 21,000 ആളുകൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മൾ കണക്ക് പരിശോധിച്ച് മനസ്സിലായെന്ന് വെച്ചാൽ മറ്റ് ഡേറ്റുകൾ, അതായത് ഫ്യൂച്ചർ ഡേറ്റിലേക്കുള്ള ആളുകൾ ഏകദേശം 30,000-ൽ കൂടുതൽ ആൾക്കാർ വന്നു. അപ്പോൾ ഒരു 70,000 സ്പോട്ട് ബുക്കിങ്ങും വിർച്വൽ ക്യൂ ബുക്കിങ്ങും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഒരു 20,000 പേരും പിന്നെ 30,000 പേരോളം ഈ ഒരു നമ്മളുടെ ബാക്കി ക്രൗഡും കൂടെ കയറി വന്നത് ഫ്യൂച്ചർ ഡേറ്റുകൾ വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു തിരക്ക് ബാധിക്കാൻ ഇങ്ങനെ ഒരു തിരക്കിലേക്ക് എത്തിയത്. പക്ഷേ അതിപ്പോൾ പോലീസ് ഇപ്പോൾ അണ്ടർ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ആളുകളെ നിലയ്ക്കൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്രൗഡ് കൂടുമ്പോൾ നിലയ്ക്കൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടത്താവളങ്ങളെല്ലാം ഓൾറെഡി സജ്ജമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ മേജർ ഇടത്താവളങ്ങളിലേക്ക് ഇപ്പം നമ്മുടെ പോലീസും അതുപോലെ റവന്യൂ സ്റ്റാഫും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരക്ക് കൂടുന്നത് അങ്ങനെയാണെങ്കിൽ പന്തളം അതുപോലെ തന്നെ നമ്മളുടെ ബാക്കി പത്തനംതിട്ട തുടങ്ങിയ ഇടത്താവളങ്ങളിലെല്ലാം തന്നെ എരുമേലി തുടങ്ങിയ ഇടത്താവളങ്ങളെല്ലാം തന്നെ ആൾക്കാരെ ഹോൾഡ് ചെയ്തിട്ട് തിരക്ക് മാറുന്നതനുസരിച്ച് റിലീസ് ചെയ്യാനാണ് തീരുമാനമാക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇപ്പം പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. മൃതദേഹം എത്തിക്കാൻ സഹായം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മരിച്ച സതിയുടെ ബോഡി അവർ തന്നെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല. അത് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹത്തെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് പറയുന്നുണ്ട്. കാര്യം കഴിഞ്ഞ തവണയെല്ലാം ദേവസ്വം ബോർഡ് കൃത്യമായിട്ടത് അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മൃതദേഹം അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവർ മരിച്ച ആളുമായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു പത്തനംതിട്ട വരെ അസിസ്റ്റൻസ് കൊടുത്തു. അതിനുശേഷം അവർ സ്വന്തം ആംബുലൻസിലാണ് പോയത്. പക്ഷേ ആ കോസ്റ്റ് കവർ ചെയ്യാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുന്നതായിരിക്കും.